ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ കറങ്ങി എവിടെ എത്തിയെന്നറിയോ? ഞാനിപ്പോൾ വയനാട്ടിൽ നിൽക്കുകയാണ്, സുൽത്താൻ ബത്തേരി. ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ദാറ്റ് ഈസ് ഹോട്ടൽ വിൽറ്റൺ. അവർക്ക് 1-2 ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, ഔട്ട്ലെറ്റ്സ്. അപ്പോൾ ഇതിപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ഹോട്ടലിൻ്റെ ആ ഭാഗത്താണ്. ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ്. ഏകദേശം പരിസരത്ത് എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ബാക്കി വിശേഷം. ഓ താങ്ക് യു. അപ്പോൾ ഓണർ തന്നെ ഉണ്ട് ഇവിടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒത്തിരി VIP ഒക്കെ വന്നിട്ട് പോയ ഷോപ്പാണ് അല്ലേ? ഓക്കെ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ വയനാട് സ്പെഷ്യൽ വിൽറ്റൺ ഹോട്ടൽ. എത്ര ബ്രാഞ്ചസ് ആണ് ഇവിടെ? ഇവിടെ നമുക്ക് എൻ്റെ ഫാദർ തുടങ്ങി വരുന്നുണ്ട്, മീനങ്ങാടി 50 വർഷമായത്. പിന്നെ ലക്കിടി ഉണ്ട്, ചുരം കയറുമ്പോൾ. ശരി, ഓക്കെ. ഒരു വർഷം കഴിഞ്ഞു. ഏത് സിനിമയില്ല? ആണോ? ശരി. പുതിയ മൂവിയിലല്ലേ? പൊളിറ്റിക്കലായിട്ടും പിന്നെന്താ സിനിമാക്കാരും എല്ലാം ഒത്തിരി ആൾക്കാരല്ലേ എല്ലാവരും വന്നു പോയ സ്ഥലം. ഇത് മുഴുവൻ ആൾക്കാരാണല്ലോ. ഈ റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുള്ള VIP ഗസ്റ്റുകളുടെ എല്ലാ മന്ത്രിമാരും MLA മാരും ഒക്കെ വന്നു പോയല്ലേ, എല്ലാ പാർട്ടിയുടെയും. അതുപോലെ എല്ലാ മൂവി ആർട്ടിസ്റ്റുകളും ഉണ്ട് ഇവിടെ, എല്ലാ ലാംഗ്വേജിലെന്ന് പറയാൻ വേണ്ടി. രാഹുൽ ഗാന്ധി, പുള്ളിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ ഇത്. രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ നിന്ന് കഴിച്ചു. ഓക്കെ, ഇത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക മ്യൂസിയം പോലെയുള്ള കളക്ഷനല്ലേ, ഇത്രയും ആൾക്കാർ. സോ എന്താ പറയുക, ഇനിയും വരാനുണ്ട് ഒരുപാട് പേര്. നിങ്ങളുടെ ഏറ്റവും വളരെ ഫേമസ് എന്ന് പറഞ്ഞല്ല, ഫേമസ് ആയിരിക്കും എങ്കിലും സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? കടൽക്കാറ്റ്. സമുദ്ര സദ്യ പോലെ അതിന് പേര് പറയുന്ന വിഷയം കടൽക്കാറ്റ് എന്നാണ്. സമുദ്ര സദ്യ തന്നെയാണ് അതിൻ്റെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ആയിട്ട്. ഓക്കെ, എല്ലാ ഫിഷിന്റെ പല കാര്യങ്ങൾ, എല്ലാം എവറിത്തിങ്. അഫ്ഗാൻ ബിരിയാണി ഫേമസ്. പിന്നെ ചട്ടിച്ചോറ്, അതാ ഞാൻ ആദ്യമൊക്കെ കേൾക്കുമായിരുന്നു. എനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ വയനാട് വന്നപ്പോഴും ഇത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് സമയക്കുറവായിരുന്നു. 3 years ബാക്ക്. യെസ്, അന്ന് അങ്ങനെ കാര്യമായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തില്ല. ഇതും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്, പക്ഷെ ഞാൻ വിളിച്ച് വയനാട് വന്ന സ്ഥിതിക്ക് വിൽറ്റണിൽ വന്ന്. അപ്പോൾ വിൽറ്റൺ ഹോട്ടലിൻ്റെ കിച്ചൺ പാർട്ടിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ ഷെഫിൻ്റെ പേരെന്തായിരുന്നു? ഹരീഷ് ബാബു. ഷെഫ് ഹരീഷ് ബാബു. അദ്ദേഹം ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ചിക്കൻ അനാർക്കലി. ഓക്കെ, അതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു. ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കസൂരി മെത്തി അത് വഴറ്റി. ഇനി ഇത് മാരിനേറ്റഡ് ചിക്കൻ 2 കിലോ ഉണ്ട് അല്ലേ. കസൂരി മെത്തിയും സോൾട്ട് മാത്രം, കാടമം, ഏലക്കപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് 2 kg അതിനകത്തേക്ക് ചേർക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇച്ചിരി വെള്ളം, ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് കൊടുക്കുന്നല്ലേ. ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കണു. ഇതിവിടുത്തെ ഒരു എല്ലാവരും സ്പെഷ്യൽ ഐറ്റമാണ് അല്ലേ, ചിക്കൻ അനാർക്കലി. അപ്പോൾ ഈ കസൂരി മേത്തി ആദ്യം വഴറ്റുന്നതിലും ഉണ്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിലും ഉണ്ട്. അല്ലാണ്ട് മല്ലിയില വല്ലതും ചേർത്തിട്ടുണ്ടോ? ആണല്ലേ. ഇതിലൊരു ഗ്രീൻ, അത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കസൂരി മേത്തി ഉണ്ടോ ഇതിൽ? ഫ്രഷ് ആണ് അല്ലേ, ഡ്രൈ അല്ല. 2 മിക്സിൽ ഉപ്പ് ചേർക്കണു, ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. വൈറ്റ് പെപ്പർ പൗഡർ 2 ടീസ്പൂൺ നിറച്ചെടുത്തു. കാർഡമം പൗഡർ, അത് ഏലക്കാപ്പൊടി കുറച്ച്. ഗരം മസാല പൗഡർ അതൊരു 1/4 ടീസ്പൂൺ. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇതാണ് മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് വേകണം. തവ ഇവിടെ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മസാലയിൽ ഇങ്ങനെ പുരട്ടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിച്ചെടുക്കും.
ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടും. ഇത് തവ ഫ്രൈ ആണ്. പ്രോൺസിന് ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിൽ ഈ മസാലയിൽ എന്തൊക്കെയാണ്? മുളക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പേസ്റ്റ്, തേങ്ങാക്കൊത്തുണ്ട്, കൊച്ചുള്ളി, ഉപ്പ്, ഗാർലിക് ഒക്കെ ഉണ്ടോ? ചില്ലി ഗാർലിക് പേസ്റ്റ്. ഇതിലും കസ്തൂരി മെത്തി ഉണ്ട്. മുളക് അരച്ചതിൽ ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും തേങ്ങാക്കൊത്തും ചേർക്കും. പിന്നെ ബാക്കി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി. കുറച്ച് കസ്തൂരി മേത്തിയും ചേർക്കുന്നു എന്നാണ് പറഞ്ഞ ഷെഫ്. ഒരു സൈഡ് മുരിഞ്ഞു. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുള്ളൂ അല്ലേ? കറക്റ്റ് പ്യുവർ വെളിച്ചെണ്ണ. കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ടേസ്റ്റ്. അപ്പോൾ ആ സൈഡ് കൂടി മുരിഞ്ഞ് കഴിയുമ്പോൾ എടുക്കും അല്ലേ? ഇത് ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുവാണോ ഈ മസാല? കുറച്ച് അതിന് മേളിൽ ഇങ്ങനെ പുരട്ടിയെടുക്കാനായിട്ട് അല്ലേ? ഓക്കെ. ഇത് കാഷ്യൂ അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെള്ളത്തിൽ അരച്ചെടുത്താണ്, നല്ല തിക്കായിട്ട്. ഇനി ഇതിൽ ചിക്കൻ അനാർക്കലിയിൽ ചേർക്കാൻ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടെ പിന്നെ ക്രീം ഉണ്ടാകും, അതായിരിക്കും ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വേകാനായിട്ട് വെയിറ്റ് ചെയ്യും. കിച്ചൺ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയമാണ്, വളരെ സജീവമാണ്. ഇത് ഒരു ഷെഫ് 2 ഷെഫ് ഒന്നുമില്ല, ഒരുപാട് പേരുണ്ട് ഇവിടെ എക്സ്പെർട്സ്. ഇത് ഷെഫ് ബഷീർ, ഇദ്ദേഹം ഇവിടെ ഒരു നാടൻ വേറെ കുറച്ച് കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. റെഡിയായി എന്ന് പറയാം. ഇതെന്തൊക്കെയാണ് ഷെഫ്? കടൽക്കാറ്റ്. സമുദ്ര സദ്യയുടെ സാധനങ്ങളാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. കടൽക്കാറ്റിൻ്റെ ക്രാബ് ഇനിയാണ് കഴിക്കാൻ പോകുന്ന സദ്യയുടെ ഭാഗമാണ്. ഇത് ഞണ്ട് മസാല, കൂന്തൽ റോസ്റ്റ്, കണവ കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ. അവിയലിൽ എന്തൊക്കെയാണ് പച്ചക്കറി ചേർക്കുന്നത്? അവിയലിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പ്ലസ് ചെമ്മീനും ഉണ്ടാകും. ചെമ്മീൻ അവിയൽ ഇത് റെഡിയായി ഓൾമോസ്റ്റ് ആയതാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ കാണാം. അതെല്ലാം അവിടെ വരും. ചിക്കൻ ഇപ്പോൾ പകുതി വേഗമായി. ആ സമയത്ത് തന്നെ കുറച്ച് ക്രീം ആഡ് ചെയ്യും എന്നാണ് പറയുന്നത് ഷെഫ്. കുറച്ച് ക്രീം, ഫ്രഷ് ക്രീമാണ്. പാലൊഴിക്കുന്നതിന് പോലെ ക്രീം ഒഴിക്കുന്നു അല്ലേ? അത്ര റിച്ച് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ, ചിക്കൻ അനാർക്കലി. അപ്പോൾ ക്രീമിൽ കിടന്നിട്ടാണ് ബാക്കി വേഗമെല്ലാം വേകുന്നത്. അപ്പോൾ കാഷ്യൂ പേസ്റ്റും ഈ സമയത്ത് തന്നെ ചേർക്കുന്നു. അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ചതാണ്. ആഹാ, എല്ലാം കൂടി നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ ഇതല്ലേ അനാർക്കലി? ഓക്കെ, റിച്ച് ഗ്രേവിയാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ് സാധാരണ? ഏതാ? ബ്രെഡ്സ് ആണ് അല്ലേ? നാൻ റോട്ടി, പൊറോട്ട. ഓക്കെ, ഇത് ഭയങ്കര മൂവിങ് ആണോ ഇവിടെ? വലിയ ഡിമാൻഡുള്ള ഐറ്റമാണ് അല്ലേ ചിക്കൻ അനാർക്കലി? ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് വേഗം. അപ്പോൾ ഇങ്ങനെ നല്ല കുറുകി തിക്കായിട്ട് വരും. കാഷ്യൂ ഒക്കെ നിറച്ച്. ഇതിപ്പോൾ 2 കോഴിയാണോ ഇത്? 2 കിലോ. അതിനിപ്പോൾ എത്ര കാഷ്യൂ ചേർത്തിട്ടുണ്ടാവും? 200 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തരച്ചതാണ്. ഫ്രഷ് ക്രീം ഏതാണ്ട് ഒരു 200 ഗ്രാം അതും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈൻലി ചോപ്ഡാണ് ക്യാപ്സിക്കം. ഇത് എത്ര ക്യാപ്സിക്കം ഉണ്ടായിരുന്നു? 5 ക്യാപ്സിക്കം. ടൊമാറ്റോ എത്ര എണ്ണം? 4 ടൊമാറ്റോ സ്ക്വയർസ് ആയിട്ട് കട്ട് ചെയ്തതാണ്, ക്യൂബ്സ്. അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആയല്ലോ. 4 മീഡിയം സൈസ് ടൊമാറ്റോ ആയിരിക്കണം. മല്ലിയിലയും കൂടി ചേർക്കാം. കുറച്ച് മീൻസ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, ഒരു കൈപ്പിടി നിറച്ച് ഫൈൻലി ചോപ്ഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ. ഇതേ നോക്കിയ കിച്ചണൊക്കെ വളരെ സജീവമാണ്, ഭയങ്കര തിരക്കാണ്. ഈ സമയം ഉച്ച സമയത്താണ് ഞാൻ വന്നത്. പിന്നെന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ. ഇനി ഫൈനലായിട്ട് കുറച്ച് ബട്ടറും ചേർക്കും, പിന്നെ നമ്മുടെ മാതളം അനാർ, പൊമോഗ്രാനൈറ്റും കൂടി ചേർക്കും. ഇത് കിച്ചൻ്റെ ഒരു പോർഷൻ മാത്രമേ ആകുള്ളൂ. ഓരോ സെക്ഷനായിട്ടാണ്. താഴത്തെ ഫ്ലോറിലും ഒരു വലിയ കിച്ചണുണ്ട്. ഇതിൻ്റെ തന്നെ ആ സെക്ഷൻ വേറെ, ഈ സെക്ഷൻ വേറെ, ഇതിൻ്റെ അപ്പുറത്ത് വേറെ സൈസ്. വലിയൊരു സാമ്രാജ്യമാണെന്ന് പറയാം ഇവിടെ. അടുക്കള ഒരു ഭയങ്കര സംഭവമാണ്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വന്നാലും ഇങ്ങനെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാണുമ്പോൾ അറിയാം അങ്ങനത്തെ ഒരു ഡെക്കറാണ് ടോട്ടലായിട്ട്. അപ്പോൾ ഓരോ സെക്ഷനും ഓരോ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഷെഫുമാരും ഉണ്ട്. ആൻഡ് GMൻ്റെയും ഓണറിൻ്റെയൊക്കെ പ്രസൻസ് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇതിനകത്ത് കൂടിയൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സമുദ്രസദ്യ കഴിക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ തീയിൽ കിടന്നിട്ടാണ് വേണ്ട. കാര്യം ക്രീമും കാഷ്യൂ എല്ലാം ചേർത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാപ്സിക്കൊക്കെ വെന്തിട്ട് കുറച്ച് ഇതാകും അല്ലേ? നന്നായിട്ട് വേകണം അല്ലേ ചിക്കനോടൊപ്പം കിടന്നിട്ട്. കളർ നിർബന്ധമില്ല അല്ലേ? ക്യാപ്സിക്കൻ്റെ കളർ മാറിയാലും പ്രശ്നമൊന്നുമില്ല. ഷെഫ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇവിടുത്തെ മൂവിങ് സാധനമാണ് ചിക്കൻ. ഓക്കെ, ചിക്കൻ അനാർക്കലി. അതായത് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിൽ കിട്ടണം. അതിനാണ് ഇച്ചിരി നേരത്തെ ഒരു പകുതി വേകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു ചിക്കൻ്റെ. ഞാൻ ഈ റെസിപ്പി ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ലെൻ ബ്ലോഗ്സിൽ അല്ലെങ്കിൽ മാജിക് ഫോമറിലോ ഏതിലെങ്കിലും ഞാൻ ചെയ്യാം. ഇവിടെ തവ ഫ്രൈയും റെഡി ആയി കഴിഞ്ഞു. ഇത് വിൽട്ടണിലെ സ്പെഷ്യൽ കബാബാണ്. ഇത് ബീഫാണ്, ബീഫ് കബാബ്, അതായത് നാടൻ ബീഫ് കബാബാണ്. ഇതിൻ്റെ അകത്ത് ചീസ് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് സെറ്റായിരിക്കുകയാണ്. ഇതിനി ഗ്രിൽ ചെയ്യാൻ പോകും. കുറച്ച് കറിവേപ്പില ആദ്യം ഇടും.
അതിലേക്കാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് വെച്ച് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട് ഈ പാറ്റീസിൽ ഷെഫ് അത് ചെയ്തപ്പോൾ? ആ, അതായത് ബീഫ് മീൻസ് അരച്ചെടുക്കും. അതിനകത്ത് ഫൈൻലി ചോപ്ഡ് ആയിട്ടുള്ള കീമ എടുത്തിട്ട് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്ഡ്, കാന്താരി മുളക്, പിന്നെ കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യും. സോൾട്ട്, പിന്നെ അകത്ത് ചീസ് ഫില്ല് ചെയ്തിട്ട് പരത്തിയിട്ട് ഈ സ്റ്റൈലിൽ ഒരു പാറ്റീസ് ആക്കും. ഇപ്പോൾ കണ്ടല്ലോ, വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് കുക്ക് ചെയ്തെടുക്കുന്നു. അതാണ് ഇവിടുത്തെ നാടൻ ബീഫ് കബാബ്. ഇത് മീറ്റിൻ്റെ അണ്ടർകട്ട് പീസാണ് ടെൻഡർലിയോൺ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരു സൈഡ് ഇങ്ങനെ ആക്കിയിട്ട് സാധാരണയായിട്ട് ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫാസ്റ്റ് ഗ്രില്ലിങ് പോസിബിളാണ്. ഓക്കെ, വൺ സൈഡ് കുക്കായി, ഇനി അപ്പുറത്തെ സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ കെബാബ് ഇസ് റെഡി, നാടൻ കെബാബ്. അപ്പോൾ അകത്ത് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ളിലെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് വരും അല്ലേ, അത് വലിഞ്ഞ് വരും. ആ മോസറല്ല ചീസൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും കഴിക്കുമ്പോൾ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്, ഇതൊരു ഫ്യൂഷൻ. അങ്ങനെ നോക്കുമ്പോൾ കെബാബ് എന്നുള്ള ഇത് അല്ലേ, കെബാബ് ഇസ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് ഒരു ഫ്യൂഷനിൽ സൗത്ത് ഇന്ത്യൻ മസാലയിൽ ഇതുപോലെ വെളിച്ചെണ്ണയിൽ നാടൻ രീതിയിൽ ചെയ്തെടുക്കും, കറിവേപ്പിലയൊക്കെ ചേർത്ത്. പക്ഷേ ചീസും കൂടി വരുന്നതുകൊണ്ട് അത് കറക്റ്റ് ഫ്യൂഷനായി. വെളിച്ചെണ്ണ പുറത്ത്, അകത്ത് ചീസ്. അങ്ങനെ കെബാബ് ഇസ് റെഡി. അടിപൊളി, ഗംഭീരമായിരിക്കുന്നു. ഇനിയിപ്പോൾ ഫൈനലായിട്ട് ചിക്കൻ അനാർക്കലി ഇതിന് ഗാർണിഷ് ഇടുന്ന മാത്രമേ ഉള്ളൂ. അനാറ് വെച്ചിട്ട്, അനാർക്കലിയിൽ അനാറ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യും. വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഇവരുടെ ചട്ടിച്ചോറ്, വിൽറ്റൺ, ഇവിടെ വയനാട്ടിലെ. അപ്പോൾ അതെനിക്ക് അവർ എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടുത്തെ A to Z കാര്യത്തിലും ഇവിടുത്തെ ഓണർ ശ്രീ സത്താർ ഇസ് ഇൻവോൾവ്. അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ എല്ലാത്തിലും, ഇപ്പം ഞാൻ വന്നതുകൊണ്ടല്ല, അല്ലെങ്കിലും അല്ലേ, കസ്റ്റമേഴ്സുമായിട്ട് ഭയങ്കര റിലേഷനാണെന്ന് പറഞ്ഞു. എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ ബന്ധം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കാണിച്ചു. എത്ര 20 വർഷമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, അവരുമായിട്ട് ചെന്ന് സംസാരിക്കുന്നു. അവർ വീണ്ടും വീണ്ടും വരാനായിട്ടുള്ളൊരു പ്രോത്സാഹനമാണത്. ഇങ്ങോട്ട് വരൂ. ഇവിടെ വന്നു പോകാത്ത ആൾക്കാരില്ല കേട്ടോ, എല്ലാവരും വന്ന് പോയി കഴിഞ്ഞു. എനിക്കോട് ഞാൻ ഏറ്റവും അവസാനമായിട്ട് വന്ന ആളായിരിക്കാം. പക്ഷേ ബെറ്റർ ലേറ്റ് തന്നെ പറഞ്ഞല്ലേ പറയുന്നത്. കുറേ കാലം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് വയനാട് വരുമ്പോൾ ഇവിടെ വരണം, വിൽറ്റണിൽ. അപ്പോൾ ശ്രീ മജീദ് F&B ആണ്, പുള്ളി ഇതിൻ്റെ എക്സ്പേർട്ടാണ്, ചട്ടി ചോറ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഒരു ചെറിയ ചട്ടിക്കകത്ത് ഇതൊക്കെ എങ്ങനെ കയറും എന്നുള്ളത്. കാണാൻ നിൽക്കുകയാണ് ആ മാജിക്. ഓക്കെ, ചോറ്, കൊച്ചുള്ളി, ഒരു പച്ചമുളക്, വറുത്ത മുളക്, കൊണ്ടാട്ടം, അത് കൊണ്ടാട്ടം മുളക്, നാരങ്ങ അച്ചാർ, ചമ്മന്തി, കാളൻ, തോരൻ, ബീഫ് കറി. ഓഹോ, എല്ലാം കറി വരുന്നുണ്ടല്ലോ. ഇത് കൊള്ളാലോ, ഒരു അക്ഷയപാത്രം മതിരിയല്ലേ, നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഫിഷ് കറി, യെസ്. ഇത് നെയ്മീനാണോ? ഓക്കെ. ചിക്കൻ 65. ഈ സെയിം ക്വാണ്ടിറ്റിയാണ് എപ്പോഴും കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. 3-4 പീസ് വയ്ക്കുമോ? ചിക്കൻ 65 വലുതാണെങ്കിൽ 3 പീസ്. ഓക്കെ. ഇനി ചെറുമീൻ, അതായത് നെത്തോലി, ഇവിടെ കൊഴുവാന്ന് പറയുമോ, എന്താ പറയുക? നത്തൽ എന്ന് പറയും. ഓക്കെ. ഫ്രൈ, ക്രിസ്പി ഫ്രൈഡ്. ഓംലെറ്റ്, എല്ലാം കയറിയല്ലോ. ഇനി ഇത് റാപ്പ് ചെയ്യും, അലൂമിനിയം ഫോയിൽ വെച്ച് റാപ്പ് ചെയ്തിട്ട്. പെർഫെക്റ്റ്. ഇതുപോലൊരു ബാഗ് ഉണ്ട് വിൽറ്റൻ്റെ, അതിനകത്തേക്ക് വയ്ക്കും. ഇതിപ്പോൾ ഹോട്ടലിൽ വന്ന് കഴിക്കാനിരിക്കുന്നവർക്കും ഇങ്ങനെ ബാഗോട് കൂടിയാണ് കൊണ്ട് സെർവ് ചെയ്യുന്നത് ടേബിളിൽ. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് തൈര് ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. തൈരിനകത്തൊരു കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. അതെ, ഇത് ഇതിനകത്തേക്ക് വെക്കും അല്ലേ. 2 ജിലേബി, ഒരു പപ്പടം. പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ടേക്ക് അവേ ആണെങ്കിൽ ഇതെല്ലാം കവറിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കും. ടേബിളിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോകും, ഇതിങ്ങനെ കൂടെ കൊണ്ടുപോകും, എണ്ണ കൂടി വയ്ക്കും. അപ്പോൾ ഡിസേർട്ടായിട്ട് കൊടുക്കുന്നത് ജിലേബിയാണ്.
അതിൻ്റെ കൂടെ കാന്താരി, തൈരും, പപ്പടം. ഞാൻ എങ്ങനെ ഇത്രയും കറിയിനകത്ത് വെച്ചു സംഭവിച്ചേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചട്ടിച്ചോറ്. ബിൽറ്റൻ്റെ 315 പ്ലസ് GST. അതാണ് ഇവിടുത്തെ റേറ്റ്സ്. വർത്ത് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ എന്തുമാത്രം കാര്യങ്ങളായാലും. അപ്പോൾ ഇത് ഒരു കാര്യം. ഇനി നമ്മൾ കഴിക്കാൻ പോണ വേറൊരു കാര്യം സമുദ്ര സദ്യ. അതിന് ഇവിടെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് കടൽക്കാറ്റ്. കടൽക്കാറ്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലറായി വരുന്നു എന്ന് പറയുന്നു. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നത്, ബാംഗ്ലൂർ നിന്നൊക്കെ വരുന്നു അല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഇത് തേടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ടൂറിസ്റ്റുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന വയനാട് ഒരു ടൂറിസം സ്പോട്ടാണ്. ആ ഒരു സ്ഥലം കാണാൻ വരുന്നതോടൊപ്പം ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ കൂടി ആയിരിക്കണം. വിൽട്ടൺ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടുത്തെ അപ്പോൾ ട്രൈബൽ ഫുഡ്സ് വേറെ, അതുകൂടാണ്ട് ഹോട്ടൽ വിൽട്ടൺ എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയി കഴിഞ്ഞു അല്ലേ ആൾക്കാർക്ക്. ഞാനിപ്പോൾ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. വയനാട് വന്നാൽ ഇവിടെ വരണം മസ്റ്റായിട്ട് തോന്നി. ഓക്കെ, ഇനി നമുക്ക് ടേബിളിലേക്ക് പോകാം. അങ്ങനെ കടൽക്കാറ്റ് എന്ന് പറയുന്ന സദ്യ കഴിക്കാനിരിക്കുന്നു. ഉപ്പ് തൊട്ട് തുടങ്ങുന്നു. വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത്. ഈ ഹോട്ടൽ വിൽട്ടൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 50 വർഷം മുമ്പേ ഇതിൻ്റെ ഓണർ ഇപ്പോഴത്തെ ശ്രീ സത്താർ, അദ്ദേഹത്തിൻ്റെ ഫാദർ തുടങ്ങിയതാണ് ആദ്യത്തെ കട. അങ്ങനെ പിന്നെ മകൻ്റെ കാലമായപ്പോൾ ഇത് 7 ഇയേഴ്സാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ച് ഔട്ട് ചെയ്തു. ചെമ്മീൻ ചമ്മന്തി, ഇത് ചെമ്മീൻ ചമ്മന്തി, മീൻ പീര, തൊലി പോലെയുള്ള മീനാണോ? അയല പൊടിച്ചതായിരിക്കും അല്ലേ? ഇത് മീൻ തോരൻ, പ്രോൺസ് ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടുള്ള തോരൻ. മീൻ അവിയൽ, ഇതിലും പ്രോൺസ് ഉണ്ട്. നെയ്മീൻ ഏതെങ്കിലും വെച്ചിട്ട് അവിയൽ. കൂന്തൽ റോസ്റ്റ്, നെല്ലിക്കയും മീനും കൂടിയുള്ള നത്തോലിക്കറി, നെത്തോലിക്കറി, നെയ്മീൻ കറി. ഇതൊക്കെ ഇങ്ങനെ ബൗളിൽ തന്നെ കൊടുക്കും. ഓക്കെ. തേങ്ങ അരച്ച നാടൻ മീൻ കറി, സീ ഫുഡ് രസം, ഫിഷ് അല്ലെങ്കിൽ ക്രാബ് അതും കൂടി ചേർത്തുണ്ടാക്കുന്ന രസം. ക്രാബ് റോസ്റ്റ്, വലിയൊരു ക്രാബിൻ്റെ റോസ്റ്റ്. ഇത് പായസം, അരിപ്പായസം, മത്തി ഫ്രൈ, കിളിമീൻ ഫ്രൈ, ചുമന്ന മീനാണ് കിളിമീൻ. ഇത് അച്ചാറ്, മീനച്ചാറ്, പഴം പപ്പടം. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതാണ് കടൽക്കാറ്റ്. ചോറും കൂടി വയ്ക്കുമ്പോൾ പെർഫെക്റ്റ്. വൈറ്റ് ചോറാണ്, കേരള റൈസ്. അപ്പോൾ ഇതിൽ ആവശ്യാനുസരണം നമുക്ക് എടുത്തിങ്ങനെ ഒഴിച്ച് സാധാരണ ഒരു സദ്യ കഴിക്കുന്ന പോലെ കഴിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഇവിടുത്തെ ഏറ്റവും മൂവിങ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര ഓടുന്ന ഒരു കാര്യമാണ് കടൽക്കാറ്റ്. കഴിച്ച് തുടങ്ങാൻ പോകുന്നു, പക്ഷേ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ഞാൻ വിഷമിക്കുകയാണ്. കാര്യം എല്ലാം ഈക്വലി ഡിലീഷ്യസ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്കിലും നെല്ലിക്കയും മീനും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ അധികം കഴിക്കാറില്ലല്ലോ. ഇത് പച്ച നെല്ലിക്കയാണ്, ഉണക്ക നെല്ലിക്ക സാധാരണ കഴിക്കുന്നതാണ്. പച്ച നെല്ലിക്കയും മീനും കൂടിയുള്ള കറി. അതിൽ നിന്നും തുടങ്ങുന്നു. കൊഴുവ, അതായത് നെത്തോലി പോലത്തെ ഇവിടുത്തെ മീനാണ്. ഗംഭീരം. പച്ച നെല്ലിക്ക, സൂപ്പർ കോമ്പിനേഷൻ. മീൻ വിത്ത് നെല്ലിക്ക, മീനച്ചാറ്. ആഹാ, എക്സലൻറ്റ്. രക്ഷയില്ലാത്ത സ്വാദാണ്. ഞാൻ പറയേണ്ട ആവശ്യം, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഞാനും പറയണമല്ലോ കഴിക്കുമ്പോൾ. ഇത് ഫിഷ് ഫ്രൈ, നല്ല മസാല കണ്ടിട്ട്, ഗംഭീര മസാല. ഫ്രഷ് ഫിഷ്, മീൻ കറി, നെമ്മീൻ്റെയാ, നല്ല ഫ്രഷാണ്. അത് നോക്കിയേ, മീൻ തോരൻ. അത് അയല മീനിൻ്റെ തോരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പീസ് അത് മുള്ളു മാറ്റിയിട്ട് തോരനാക്കുന്നു. മീൻ ചമ്മന്തി, അടിപൊളി. ഇത് അവിയൽ, ചെമ്മീൻ കുട്ടി അതെല്ലാം കൂടി ചേർന്ന് വരുന്ന അവിയൽ. പിന്നെ തോരൻ, ഇതിനകത്തും ചെമ്മീനൊക്കെ ഉണ്ട്, ക്യാരറ്റും ബീൻസും എല്ലാം ഉണ്ട്, പ്ലസ് ഫിഷ്. ആഹാ, കൊള്ളാം. ഇത് കൂന്തൽ റോസ്റ്റ്, നമ്മുടെ കണവ. ഞണ്ട് ഫുൾ ഓഫ് മസാല, ഗംഭീരം. ഞണ്ട് കഴിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിനെ മുറിക്കണം. വയനാട്ടിൽ തന്നെ വന്ന് ഞാനൊരു ഞണ്ട്, കുഞ്ഞ് ഞണ്ട്, തോട്ടിൽ നിന്നും എടുക്കുന്ന ഞണ്ട് ഇവിടെ ഒരു ട്രൈബൽ സ്റ്റൈലിൽ കറി വെച്ച്
ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ ഞണ്ട് കഴിച്ചില്ല. അപ്പോൾ അത് കുറേ പേരിങ്ങനെ വിമർശിക്കുന്നുണ്ട്. ആ ടൈപ്പ് ഞണ്ട് കഴിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി അത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല. അത്രയും ചെറിയ ഞണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിങ്ങനെ വലിയ ഞണ്ടാണ് ഇഷ്ടം. കുറേ മസാലയൊക്കെ വേണം. മറ്റേ മിനിമം മസാലയിലാണ് അത് ചെയ്തത്. അത് അവരുടെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ച് കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ആ ഒരു ട്രൈബൽ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡാണത്. അത് കാണിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ചെയ്തില്ല ഇപ്പോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അത് കിളിമീൻ. അടിപൊളി, നല്ല മസാല ഫ്രൈഡ്. ആ പൊടി മാത്രം മതി കഴിക്കാൻ ചോറ്. ഇത് വെറുതെ ഒരു കറിയാണ് കേട്ടോ, മീനിൻ്റെ ഒരു ചാറ് കറി, എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു കറി. ഇത് രസം, ഫിഷ് രസം, ചെമ്മീൻ, ഞണ്ട് മുതലായ കാര്യത്തിൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇത് ഇഷ്ടം പോലെ കാര്യങ്ങൾ കേട്ടോ. ഗംഭീരം. സീ ഫുഡ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ കടൽക്കാറ്റ്. കുറേ വിഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാദുണ്ടാവണ്ടേ. പിന്നെ ഫ്രഷ് ആയിരിക്കണം, നന്നായിട്ട് ഉണ്ടാക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1, ഫ്രഷ്നെസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ പറയാൻ വാക്കുകളില്ല. എക്സലൻറ്റ്, മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വരികയാണെങ്കിൽ വയനാട്ടിൽ ഇതിനു വേണ്ടി വന്നാലും തെറ്റില്ല എന്ന് ഞാൻ പറയും. ഇതൊരു സാലഡാണ്, ബട്ടർ ചീസ് സാലഡ്. വെജ് സാലഡ്, ബട്ടർ ചീസ് വെജ് സാലഡ്. ഇത് ഇറ്റ് ഈസ് നോട്ട്, എടുത്തു പറയാം, ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഈ ഒരു കടൽ കാറ്റെന്ന് പറയുന്ന ഈ സമുദ്രസദ്യയുടെ ഭാഗമല്ല. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതെനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന്, അവർക്കത് നിർബന്ധമായിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും നല്ലതാണ്. മയണൈസ് ഉണ്ട്, ബട്ടർ ചീസ്, ആപ്പിള്, അയ്യോ ഗ്രേപ്സ്, പപ്പായ, ലെറ്റ്യൂസും. നോക്ക്, ചീസ് നോക്കിയാൽ ചീസ് സ്ലൈസ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. രക്ഷയില്ല കേട്ടോ, സോ ഡിലീഷ്യസ്. 1.5 ഐറ്റം കേട്ടോ. അപ്പോൾ വിൽട്ടണിലെ മസ്റ്റ് ട്രൈ ഐറ്റത്തിൽ വേറൊരു കാര്യം കൂടി ചേർക്കുന്നു, ബട്ടർ ചീസ് വെജ് സാലഡ്. ഇത് ബീഫിൻ്റെ ഒരു ഐറ്റമാണ്. ബീഫ്, ചെറിയ ഉള്ളി, തവ, തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത്. കാണുമ്പോൾ അറിയാലോ, ഇറ്റ്സ് വെരി വെരി യമ്മി. ഇത് നമ്മൾ ചെയ്ത് കണ്ടതാണ്. ഇത് നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കബാബ് വിത്ത് ചീസ് ഫില്ലിംഗ്. ഞാൻ ഇലയിൽ നിന്ന് മാറി പ്ലേറ്റിലേക്കായി അല്പം ടേസ്റ്റ് ചെയ്യാം. ഇതിനോടൊപ്പം ഒരു സാലഡ് തരും. ഇത് തനി നാടൻ ടേസ്റ്റാണ് കേട്ടോ. തനി നാടൻ എന്ന് പറയുമ്പോൾ ആ നാടൻ ഫ്യൂഷൻ വിത്ത് ചീസ്, മോസറല്ലയും എല്ലാം കൂടി സൂപ്പറായിട്ടിരിക്കണം. ഇതൊരു നാടൻ സ്റ്റൈലിലെ സാലഡാണ്, മുളക് പൊടിയെല്ലാം ചേർത്ത് വരുന്നത്. ഗംഭീരം. കൊഞ്ച് തവ ഫ്രൈ, നല്ല മസാലയൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ ഇതേപോലത്തെ സാലഡുണ്ട്. അടിപൊളി. അയ്യോ, ഫുഡ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിയും. എന്ത് ടേസ്റ്റ് അറിയോ, യമ്മി. ഈ അടുത്ത കാലത്തൊന്നും പ്രോൺസ് ഇത്ര ടേസ്റ്റില്ല. തവ ഫ്രൈ കഴിച്ചിട്ടില്ല. ഗംഭീര മസാല, നീറ്റ്ലി ഡൺ, കറക്റ്റ്ലി ഡൺ, പെർഫെക്റ്റ്. അതിൻ്റെ കൂടി കോമ്പിനേഷൻ സാലഡും കൂടി ആകുമ്പോൾ എൻ്റെ പറയാൻ വാക്കുകളില്ല. ദിസ് ഇസ് ഹണി ഗ്ലേസ്ഡ് പ്രോൺസ്. ഇത് വേറെ സ്റ്റാർട്ടർ ഐറ്റമാണ്, ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഡിമാൻഡുള്ള ഐറ്റമാണ്. ഇതിൻ്റെ സാലഡ് എക്സലൻറ്റ്. എനിക്കല്ലെങ്കിലും ചെറിയൊരു സ്വീറ്റ് സാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹണി ഗ്ലേസ്ഡ് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് നൂഡിലിൻ്റെ സാലഡാണ് കേട്ടോ അത് ഭയങ്കര നല്ല കോമ്പിനേഷൻ ഈ പ്രോൺസിൻ്റെ കൂടെ. ഇത് ചിക്കൻ അനാർക്കലി, അതുണ്ടാക്കാൻ നമ്മൾ കണ്ടാണല്ലോ, വിത്ത് ഫ്ലെയിം ആട്ടോ വരുന്നത് കടായിൽ. അതിങ്ങനെ നിലച്ചുകൊണ്ടിരിക്കുന്ന നോക്കി, ബോയിലിങ്, അടിപൊളി. ഇങ്ങനെ സിമ്മർ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടി കഴിക്കാനായിട്ട് വയറിൽ സ്ഥലമില്ല. ഇതിൻ്റെ കോമ്പിനേഷനാണ് ബ്രെഡ്സ്, അത് ബട്ടർ നാൻ.
വെരി ഡിഫറെൻ്റ് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാം. വയനാട്ടിലേക്ക് വരിക, ഹോട്ടൽ വെൽറ്റൺ മറക്കണ്ട, അടിപൊളിയാണ്. ഇത് ഇവിടുത്തെ അഫ്ഗാനി ചിക്കൻ ബിരിയാണി, അതും ഭയങ്കര സ്പെഷ്യലാണ്. അതിനോടൊപ്പം വരുന്നത് ഒരു ഡേറ്റ്സ് അച്ചാർ, ഡേറ്റ്സ് പിക്കിൾ, ഒരു ചമ്മന്തി, ഒരു സലാഡ് ആൻഡ് മുത്തബുൾ അറബിക്. രണ്ട് പീസ് ചിക്കൻ, ഡേറ്റ്സ് എല്ലാം കൂടി വരും. അമ്പരം അഫ്ഗാനി ചിക്കൻ ബിരിയാണി, ഡേറ്റ്സിൻ്റെ അച്ചാർ, എൻ്റെ കോമ്പിനേഷനാണ് അങ്ങനെ കഴിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി വെള്ളം കുടിക്കാം. ഡെസേർട്ട്, അയ്യോ ഫേവറേറ്റ്, ഇളനീർ പായസം. അഗൈൻ ദാറ്റ് ഇസ് കമ്മിങ്. ഇളനീർ പായസം, ആഹാ റൂളി, തണുത്ത പായസം. എല്ലാം കഴിഞ്ഞിട്ട് ഒരു മധുരം എന്ത് ചെയ്യും. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ ഭക്ഷണമെല്ലാം കഴിച്ച് മനസ്സ് നിറഞ്ഞ് വൈകി, അത്രയ്ക്ക് സന്തോഷം. കാര്യം ഹോസ്പിറ്റാലിറ്റിയുടെ അങ്ങേ അറ്റമാണ്. ആൻഡ് അത് മാത്രമല്ല, വയറിന് ഒരു തുള്ളി സ്ഥലമില്ല എന്ന് മാത്രമല്ല, എൻ്റെ കാര്യം കഷ്ടമായി. അത് അത്രയ്ക്ക് കഴിപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അത്രയ്ക്ക് സ്നേഹം, സന്തോഷം. ഓണേഴ്സ് സത്താർ ഞാൻ പറഞ്ഞല്ലോ, ഈച്ച് ആൻഡ് എവറിത്തിങ്കിലും മേൽനോട്ടമുണ്ട്. പിന്നെ GM അതുപോലെ ഒപ്പത്തിനൊപ്പം ഉണ്ട്. പിന്നെ അതേ ഇവിടെ F&B പ്ലീസ് വരും, ആൻഡ് ഷെഫ് കൂടെ ഒന്ന്, എക്സിക്യൂട്ടീവ് ഷെഫ് ഈസ് ഓൾസോ ഹിയർ. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാൻ സമയമായി. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായ എല്ലാ സ്നേഹത്തിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷം വരാൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു.